എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആൽഫബറ്റ് റീഡിങ് ഫീലിങ്സിൻ്റെ ചെയ്തു തരാം എന്നല്ലേ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആൽഫബറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് അവരുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിൽ കൂടെ മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF തുടങ്ങുന്നതാണ്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ്. അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF ആണ്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് പറഞ്ഞത്? പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. പോസിറ്റീവ് റീഡിങ് തരണേ. പ്ലീസ് ഹെൽപ്പ്, പ്ലീസ് ഗൈഡ്. നല്ല ഫീലിങ്സ് ആക്കി കൊടുക്കണേ. നമശിവായ എടുക്കണം കേട്ടോ. 3 of Wands ഇങ്ങോട്ട് വയ്ക്കാമേ. 6 of Cups. ഓക്കെ, Emperor, Justice. ഓക്കെ, Hierophant. 2 കാർഡ് വന്നു. അത് എടുക്കണ്ട, 2 കാർഡ് വരുന്ന എടുക്കണ്ട. Six of Swords, Ace of Wands, 4 of Pentacles, Hierophant. ആ കാർഡ് വരണം എന്നുണ്ടായിരുന്നു, കണ്ടോ, അത് വീണ്ടും വന്നു. Judgment, Queen of Cups, Page of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് King of Wands. ഓക്കെ, സ്നേഹത്തിന് കുറവൊന്നുമില്ല കേട്ടോ. പലരും ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് കാണുന്നു. ക്ലാരിഫൈ. 6 of Swords. 6 of Swords എന്താണ് അവിടെ വരാൻ കാരണം? 6 of Swordsൻ്റെ കാരണം എന്താണ്? 2 of Swords. ഇന്ന് ഈ ABCDEF ഗ്രൂപ്പുകാരിൽ കൂടുതലായിട്ടും എനിക്ക് കണക്ഷൻ കിട്ടിയിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ ആണ് കേട്ടോ. 3 of Wands വെച്ച് ലോങ് ഡിസ്റ്റൻസും ആണ്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലർക്കും ഉള്ളതായിട്ടും കാണുന്നു. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ലോങ് ഡിസ്റ്റൻസിലിരുന്ന് നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. 6 of Cups വെച്ചിട്ട് നിങ്ങളുടേത് ഈ 1-2 വർഷത്തെ റിലേഷനൊന്നും അല്ല. നിങ്ങൾക്ക് കുറേ കാലമായിട്ട് പരസ്പരം അറിയാം, നിങ്ങൾക്ക് ഒരുമിച്ച് മെമ്മറീസ് ഉണ്ട്, നിങ്ങളതെല്ലാം ഓർക്കാറുണ്ട്. രണ്ടുപേരും തന്നെ പരസ്പരം വളരെ ഫോണ്ടായിട്ട് ഓർക്കാറുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾ സ്കൂൾ കോളേജ് ടൈം മുതലൊക്കെ പരിചയമുള്ള ആൾക്കാരായിരിക്കണം കേട്ടോ. പിന്നീട് അതൊരു റിലേഷൻഷിപ്പായിട്ട് മാറിയതായിരിക്കണം. അപ്പോൾ ആ സമയം മുതൽ അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇപ്പം റീസൺലി ആയിരിക്കും അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, എംപറർ വെച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം ഡിഫറൻസ്, ഏജ് ഗ്യാപ്പും ഉണ്ടായിരിക്കാം. ഓക്കെ, എല്ലാം ഒരു ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെ റെസ്പോൺസിബിൾ ആയിട്ടൊരു വ്യക്തിയാണ്. ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയും കൂടെയാണ് കേട്ടോ. അതായത് എടുത്തു ചാടി ഇവർക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ആ റെസ്പോൺസിബിലിറ്റീസിനെയും ആ തടസ്സങ്ങളെയും കുറിച്ച് ഇവർ ബോധേഡാണ് എന്ന് തന്നെ കാണുന്നു കേട്ടോ. ജസ്റ്റിസ് വെച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പ്രോപ്പറായിട്ട് ഒരു ജസ്റ്റിസ്, ന്യായപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്യണം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നു. ക്ലാരിഫൈ. ജസ്റ്റിസ് വരാനുള്ള കാരണം എന്താണ് ഡിവൈൻ? വൈസ് ജസ്റ്റിസ് കാർഡ് ഹിയർ. ടെമ്പറൻസ്, അതായത് ഒരു ബാലൻസ് കിട്ടിയിട്ടില്ല, ഇംബാലൻസ് ആണ് ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണ്? അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ട്. ഓക്കെ,
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ് ഇറ്റ് ഈസ് ഒരു ഇംബാലൻസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ എന്താണ്, ആ ഇംബാലൻസ് മാറ്റിയിട്ട് ഒരു ഹീലിംഗ് പ്രോസസ്സൊക്കെ ചെയ്ത് അതിനെ ബാലൻസിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ റിലേഷന് ന്യായപ്രകാരം ഇവരെന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യണമെന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. ഇവരിൽ പലരും നല്ല വ്രതമെടുക്കുകയോ പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കുകയോ അമ്പലം, പള്ളി അങ്ങനത്തെ വിസിറ്റ്സ് ഒക്കെ ചെയ്യുക, പതിവായിട്ട് പ്രാർത്ഥിക്കുക, ഇതൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. വ്രതങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും, അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. ഈ തടസ്സങ്ങൾ മാറി, ഈ കൺഫ്യൂഷൻസ് മാറി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, കിട്ടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണല്ലോ അവർ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ. 2 ഓഫ് സോർട്സും 6 ഓഫ് സോർട്സും വെച്ചിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വീണ്ടും അവിടെ വളരെ പ്രബലമായിട്ടും ഒരു തടസ്സമായിട്ടും അവിടെ കാണുന്നുണ്ട് കേട്ടോ. അവരതിനെപ്പറ്റി വളരെ സ്ട്രെസ്ഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ വന്ന് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. അത് ആ റെസ്പോൺസിബിലിറ്റീസിൽ വരും. ആ റെസ്പോൺസിബിലിറ്റീസ് മൂലമുള്ള ഒരു ക്രോസ് റോഡ് സിറ്റുവേഷൻ, ഒരു കൺഫ്യൂഷനാണ് അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. അത് തരണം ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൽ ആ പ്രോസസ്സിൽ ഇവർ വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് തീർച്ചയായും വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ വിട്ടുകളയാൻ അവർക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് കാണുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളെ പ്രതി വളരെ പൊസസീവായിട്ടും ഇൻസെക്യൂറായിട്ടും പ്രൊട്ടക്റ്റീവായിട്ടും എല്ലാം ഇവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പൊസസീവ്നെസ് വരുന്നത് ഇവർ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ മൂന്നാമതൊരാളുണ്ടെങ്കിൽ അതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഫീലിംഗ് അവർക്കുണ്ട്. അതേപോലെ ഈവൻ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയോ വേറെ ആരുടെങ്കിലും കൂടെ ഒരു പിക്ചർ എടുത്ത് പോസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്ത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ പ്രൊട്ടക്റ്റീവായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെ സംരക്ഷിക്കണം, ചേർത്ത് നിർത്തണം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ കാരണം എന്താണ്? തൊട്ടപ്പുറത്ത് വന്നിരിക്കുന്ന ഹെയറോഫിൻ്റെ കാർഡാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് ആ റെസ്പോൺസിബിലിറ്റിയിൽ അതും വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, റിലീജിയൻ ഇങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്ന പദവി ഒരു പ്രശ്നമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇവർ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റുവേഷൻസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ. പക്ഷേ ഇവർ മാനേജ് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾ ഇവരെ വിട്ടു പോകുമോ എന്നുള്ള ഭയം ഇവർക്ക് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഓക്കെ, ജഡ്ജ്മെൻ്റ് വെച്ചിട്ട് ചിലരെങ്കിലും ഒരു ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചിലർക്കെങ്കിലും ഒരു കേസ് നടക്കുന്നുണ്ട്, അതിൻ്റെ വിധി കിട്ടിയിട്ടില്ല, അതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടും അതുകൊണ്ടുള്ള ഒരു ഡിലേ അവിടെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവർ അതിതീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിനൊരു തീരുമാനം കിട്ടണം. ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും വോട്ടെവർ ബി ദ പ്രശ്നം, ആ പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ സഹായിക്കണം എന്ന് പറഞ്ഞ് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു തമാശയായിട്ടൊന്നും അല്ല കണ്ടിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അവർ ആ റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. നിങ്ങളെ ഒരു കളിതമാശയായി എടുത്ത് കളഞ്ഞിട്ട് പോകാമെന്നുള്ള രീതിയിലൊന്നും അല്ല അവർ ചിന്തിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. ഓക്കെ, പേജ് ഓഫ് സോർട്സ് വെച്ച് നിങ്ങളുമായിട്ട് എന്നും കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അവിടെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കോൾ മെസ്സേജ് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ പിക്ചേഴ്സ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തിരിച്ചും നിങ്ങൾ അവരുടെ കാര്യങ്ങൾ അവരേതെങ്കിലുമൊക്കെ രീതിയിൽ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി അവർ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. നോ കോണ്ടാക്റ്റിലുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെയെല്ലാം ഇവർ കഴിയുന്നതും എന്തെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ട് നിങ്ങളുടെ വെയർഅബൌട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് ഇവർ തീർച്ചയായും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് വോൺസ് വെച്ചിട്ട് ഇവർ നിങ്ങളുമായിട്ട് വളരെ സ്നേഹവും അട്രാക്ഷനും തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഇവർ വളരെയധികം റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർക്ക് വളരെ വിലപ്പെട്ട ഒരു ആളാണ് അവരുടെ ലൈഫിൽ. നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ക്യാരക്ടർ എല്ലാം ഇവർക്ക് ഒരുപാട് ബഹുമാനവും ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ബഹുമാനം കലർന്ന സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ 1-2 കാർഡ് കൂടെ എടുത്ത് അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാം കേട്ടോ.
പലർക്കും കമ്മ്യൂണിക്കേഷൻ വരും എന്ന് തന്നെയാണ് കാണുന്നത്. എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സിനായിട്ട് കുറച്ച് കാർഡ്സ് കൊടുക്കാറുള്ളൂ. എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അതിനൊരു എൻഡ് കുറിച്ചിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ഇവർക്ക് ഉറക്കമൊക്കെ വളരെ കുറവാണ്. രാത്രി സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അത് എങ്ങനെ ഡീൽ ചെയ്യും, എങ്ങനെ ഫലപ്രദമായി ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ച് വല്ലാതെ വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രാത്രി ഉറക്കം വളരെ കുറവാണ്. സ്ട്രെസ്സായിട്ട് അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മൂൺ വെച്ചിട്ട് മിസ്സിങ് എനർജിയാണ്. ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇമോഷണലി വളരെ ഒരു എന്താ പറയുക, അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ ഇവർ പോകുന്നതായിട്ട്, വല്ലാത്ത വിഷമമോ ഒക്കെ എപ്പോഴും ഒരു ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ഒരു സന്തോഷമില്ലാതിരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ലാസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരണം. വരുമ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കണം. കാരണം നിങ്ങൾ ദേഷ്യത്തിലാണ്, ഇവർക്കറിയാം. കാരണം ഇവരിങ്ങനെ നിങ്ങളെ ജഗിൾ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, വെയിറ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും കമ്മിറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് തന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇവർക്കറിയാം നിങ്ങളെ അവർ വിഷമിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ നിങ്ങളെ വന്ന് കാണുന്ന സമയത്ത് നിങ്ങളെ സമാധാനിപ്പിക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അവർ പരമാവധി നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് നിങ്ങളെ സമാധാനിപ്പിച്ച് കൂടെ നിർത്താൻ അവർ ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഫീലിങ്സ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അട്രാക്ഷനും ലവും എല്ലാം തന്നെ ഉണ്ട്. ഓക്കെ, പക്ഷേ അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. ഇന്നത്തെ എനർജീസ് അങ്ങനെയാണ് കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണെങ്കിൽ ഇനി വരുന്നത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്നാണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. GHIJKL തുടങ്ങുന്ന പേരുള്ളവരാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ. അവരുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണ്? പ്ലീസ് ഗൈഡ്. എടുക്കട്ടെ. ജസ്റ്റിസ്, ഓക്കെ, Hermit, Emperor, Four of Cups, Nine of Pentacles, Six of Cups, Nine of Cups, Page of Swords, Seven of Cups. എനിക്ക് ഈ കാർഡ് ഷൈനിങ് ആയത് കാരണം ഒന്ന് സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുന്നുള്ളൂ. Four of Pentacles, Page of Wands, Five of Cups, ബോട്ടം വന്നിട്ട് Four of Wands. Clarify justice, clarify justice, clarify justice. ജഡ്ജ്മെൻറ്റ്. ഓക്കെ, അവിടെയും ഒരു ഈ ചിലർക്കെങ്കിലും ഓക്കെ ഒരു കേസ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. സെപ്പറേഷൻ കേസസ് ഒക്കെ നടക്കുന്നവർ വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുത്ത് വരാമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ കേസ് നടക്കുന്ന കാരണം നിങ്ങളുടെ അടുത്ത് വേണ്ട പോലെ ഇൻട്രാക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. കാരണം അത് കേസിനെ പ്രതികൂലമായി ബാധിച്ചാലോ എന്നുള്ള ഭയം കൊണ്ട് അവിടെ ഒന്ന് സെറ്റിലായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഹെർമിറ്റ് വെച്ചിട്ട് വളരെയധികം മനോവിഷമത്തിൽ തന്നെയാണ് അവർ ഇരിക്കുന്നത്. അവർക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ്. എന്നാൽ അവരവരുടെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്.
പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് അവർക്ക് തോന്നുന്നത് കേട്ടോ. എംപറർ വെച്ചിട്ട് പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട്. അവരുടെ നിങ്ങൾ എന്താ പറയുക, ഇവരുടെ വീട്ടിലുള്ള ഏറ്റവും മൂത്ത മകനോ മകളോ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. വളരെ ഉയർന്ന പദവിയിലിരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ വളരെ സൂക്ഷിച്ച് മാത്രമേ അവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവരതിനെപ്പറ്റിയും അതെല്ലാം ഒരു തടസ്സമായിട്ട് അവിടെ വരുന്നുണ്ട് കേട്ടോ. അതിനെപ്പറ്റി അവർ വളരെ ബോധമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണും. നിങ്ങളെ പ്രതി അവർ വളരെ റെസ്പോൺസിബിളായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഓക്കെ, 4 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ വളരെയധികം മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. മിസ്സിങ് എനർജി വരുന്നത് എവിടെയാണ്? തൽക്കാലം നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുമ്പോഴാണ് മിസ്സിങ് എനർജി വരുന്നത് അല്ലേ. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അവിടെ മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഇവർക്ക് ഇവരുടെ ജോലിയിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് കൂടുതലുള്ള വ്യക്തിയാണ് ഇവർ. അപ്പോൾ ഫൈനാൻസസിലേക്ക്, അവരുടെ ജോബിലേക്ക്, കരിയറിലേക്ക് എല്ലാം ഇവർക്ക് കുറച്ച് കൂടുതലായി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സിറ്റുവേഷൻ ആണവർക്ക്. അവരതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. സേവിങ്സ് ഒക്കെ വളരെ അത്യാവശ്യമാണ് ഇവർക്ക് കേട്ടോ. അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്തേ മതിയാകൂ. നിങ്ങളും ഇവരുമായിട്ട് വളരെ നാളായിട്ടുള്ള ബന്ധമാണ്. നിങ്ങളുടെ ഇടയിൽ മെമ്മറീസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇവർ വളരെ നൊസ്റ്റാൾജിക്കായിട്ട് ഓർക്കാറുണ്ട്. നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റ്സൊക്കെ ഇവർ വളരെ സൂക്ഷിച്ച് വെച്ചാണ്. നിങ്ങൾ ഒരുമിച്ചുള്ള പിക്ചേഴ്സൊക്കെ ഇവർ സൂക്ഷിച്ച് വെച്ചതാണ്. അതൊക്കെ എടുത്ത് നോക്കാറുണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക്. നന്നായി നല്ല റിലേഷനിൽ തന്നെ ആയിരുന്നിരിക്കണം നിങ്ങൾ. ഓക്കെ, ഇപ്പോഴും നല്ല റിലേഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് മിസ്സിങ് എനർജി വരുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പഴയ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കി ആ ഓർമ്മകളിൽ കൂടെ ഇവർ പോകാറുണ്ട് എന്ന് കാണുന്നു. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നു. ഈ പറഞ്ഞ സേവിങ്സും കാര്യങ്ങളും കരിയറും എല്ലാം വെട്ടിപ്പിടിച്ചാൽ തന്നെ നിങ്ങൾ അവരുടെ കൂടെ ഇല്ലെങ്കിൽ അതിലൊന്നും ഒരു അർത്ഥമില്ല എന്ന് തന്നെയാണ് അവർക്ക് തോന്നുന്നത് കേട്ടോ. പേജ് ഓഫ് സോർട്സ് വെച്ച് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. തടസ്സങ്ങൾ ഉണ്ടായിരിക്കണം. കേസൊക്കെ നടക്കുമ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളാവും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ തനിയെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. 7 ഓഫ് കപ്സ് വെച്ച് ഒരു ഡേ ഡ്രീമിങ് എനർജിയാണ് കൂടുതലായിട്ടും കാണുന്നത്. തീർച്ചയായിട്ടും ചിന്തകൾ ഇവരുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. ആലോചനകൾ തന്നെയാണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളെ പ്രതി പ്രൊട്ടക്റ്റീവാണ്, പൊസസീവാണ്, ഇൻസെക്യൂറുമാണ്. ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ അവർ വന്നു കഴിയുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടായിരിക്കുമോ, അതോ നിങ്ങളിവരെ വിട്ടിട്ട് പോകുമോ എന്നൊക്കെയുള്ള ഭയം അവർക്ക് നല്ലപോലെ തന്നെ ഉണ്ട് കേട്ടോ. പേജ് ഓഫ് ഫോൺസ് വെച്ച് വളരെ സ്നേഹത്തോടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കണം എന്നൊക്കെ തന്നെയാണ് ഇവരുടെ മനസ്സിൽ ഫീലിംഗ്. ഓക്കെ, 5 ഓഫ് കപ്സ് വെച്ച് വീണ്ടും മിസ്സിങ് എനർജിയിലാണ്. നിങ്ങളെക്കുറിച്ച് തന്നെ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഒരു എന്താ പറയുക, ഡെസ്പെയറായിട്ട് എന്ന് വെച്ചാൽ വളരെ ഡെസ്പറേറ്റായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് കാണുന്നു. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നിങ്ങളുമായിട്ട് ഒരു ലൈഫ്, ഒരു പുതിയ തുടക്കം തന്നെയാണ്. കാരണം 11 കാർഡാണ്. 4 ഓഫ് വാൻഡ്സ്. സിറ്റുവേഷൻസ് എല്ലാം തരണം ചെയ്ത് നിങ്ങളുമായിട്ടൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൽ എത്തണം, ഒരു ന്യൂ ബിഗിനിങ്ങിൽ എത്തണം എന്നൊക്കെ തന്നെയാണ് ഇവരുടെ മനസ്സിൽ കേട്ടോ. സം മോർ കാർഡ്സ്, പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ്. ദ ഫൂൾ. റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്ത് തന്നെ ആയാലും അതെല്ലാം തരണം ചെയ്ത് ഈ പറഞ്ഞ പോലെ ഒരു 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് നിങ്ങളെ പ്രതി വളരെയധികം ഇമോഷണലായിട്ടും അവർ ഫീൽ ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടൊരു ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് തന്നെയാണ് ഇവർക്ക് ഈ റിലേഷൻഷിപ്പിലുള്ളത് കേട്ടോ. അവിടെ ആ ഒരു തമാശയ്ക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ കുറച്ച് നാൾ നിന്നു, പിന്നെ പോയി, അങ്ങനെയൊന്നും അല്ല. അവർക്ക് നിങ്ങളോട് ജെനുവൻലി സ്നേഹം തന്നെയാണ്. അതിൻ്റെ കൺഫർമേഷനാണ് ലവേഴ്സ്. ഓക്കെ, നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. ഓക്കെ, ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും അവരൊരു സൊല്യൂഷൻ കാണും. അതുവരെ അവർക്കൊരു സമയം കൊടുക്കൂ എന്നാണ് ഈ ഗ്രൂപ്പുകാർ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. ഇനി MNOPQRS കാരുടെ
ഫീലിംഗ്. ഓക്കെ, പേരിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റാണ് MNOPQRS, നിങ്ങളുടെ പേഴ്സൻ്റെ കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOPQRS തുടങ്ങുന്നതാണ്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOPQRS. അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. എടുക്കട്ടെ. Ace of Pentacles, nice. 7 of Cups, Page of Wands. എല്ലാവരും എന്താ ഒരു ഡേ ഡ്രീമിങ്ങിൻ്റെ ഒക്കെ എനർജിയിൽ ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും എന്താ പറയുക, എന്താണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കിങ് ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്, അറ്റ്ലീസ്റ്റ് അവിടെ ഒരു പോസിറ്റീവ് ഇത് വന്നു. ദ മൂൺ, 5 ഓഫ് കപ്സ്, ഹെറഫൻറ്റ്. അത് വരാത്ത ഒരു റീഡിങ്ങും ഇല്ല. സ്ട്രെങ്ത്, സ്റ്റാർ, പേജ് ഓഫ് കപ്സ്, 9 of Wands, okay, 3 of Pentacles. ഹെറഫൻറ്റ് വന്നപ്പോഴേ വിചാരിച്ചു 3 of Pentaclesോ 3 of Wandsോ എന്തെങ്കിലും വരുന്ന. ഇവിടെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറച്ച് പ്രബലമായിട്ട് കാണുന്നു. ഓക്കെ, കാരണം ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എത്ര പേരുടെ എനർജിയാണ് അവിടെ കണക്റ്റ് ആവുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇന്ന് കൂടുതലായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ തടസ്സങ്ങൾ അങ്ങനെയുള്ളവരുടെയാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഇങ്ങനെ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ചിന്തകൾ നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ജോലിയിൽ ബിസി ആയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ് കേട്ടോ. പേജ് ഓഫ് ഫോൺസ് വെച്ച് നിങ്ങളിൽ നിന്നൊരു മെസ്സേജ്, കോള് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നല്ലതായിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം ഇവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഫോട്ടോസ് കൈവശം ഉണ്ടെങ്കിൽ നോക്കുന്നുണ്ടായിരിക്കും. അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വഴി നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ടാവും കേട്ടോ. കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും രണ്ടും തന്നെ ഒരുമിച്ച് റീഡിങ്ങിൽ വന്നിരിക്കുക. അപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവരുടെ പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളായിരുന്നു അവരുടെ പാർട്ട്ണറെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇവർക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ സ്പൗസ് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ സ്പൗസിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളിത് കാണുന്നുണ്ടാവുക. ഓക്കെ, രണ്ടുപേരും തന്നെ ജോലിയിലും കാണാനും പെരുമാറ്റത്തിലും ഒക്കെ മികച്ച ഗുണങ്ങളുള്ള ആൾക്കാരായിരിക്കും. പരസ്പര ബഹുമാനവും കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. രണ്ടുപേരും തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നല്ല മധുരമായ സംസാരം, എന്താ പറയുക, കാണാൻ നല്ല ഇതുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ പെട്ടെന്ന് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പേഴ്സണാലിറ്റി ആയിരിക്കണം. ഓക്കെ, മൂൺ വെച്ചിട്ട് നിങ്ങളെ പ്രതി ഒരു മിസ്സിങ് എനർജി വളരെയധികം കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് ആസിറ്റീസ് ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് കിട്ടിയില്ല, പക്ഷെ ഒരു മിസ്സിങ് എനർജി കാണുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ തൽക്കാലം ഒരു ഗ്യാപ്പിട്ട് നിൽക്കുകയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആണ്. കാരണം റെഗുലറായിട്ട് കാണാൻ സാധിക്കുന്നില്ല. റെഗുലറായിട്ട് കാണാൻ സാധിക്കാത്തപ്പോഴാണല്ലോ ഒരു മിസ്സിങ് എനർജി വരുന്നത്. മിസ്സിങ് ആൻഡ് ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ മാരീഡ് ആയിരിക്കാൻ സാധ്യത. നിങ്ങളും മാരീഡ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണും മാരീഡ് ആയിരിക്കാം. അപ്പോൾ എങ്ങാനും കൂടുതൽ പ്രിഫറൻസ് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് പോകുമോ എന്നൊരു ഭയം ഉണ്ട്. രണ്ട് സൈഡിലും തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവർ തേർഡ് പാർട്ടിയെ പ്രിഫർ ചെയ്യുമോ, അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ തേർഡ് പാർട്ടിയെ പ്രിഫർ ചെയ്യുമോ അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. 5 ഓഫ് കപ്സ് വെച്ചിട്ട് വീണ്ടും വളരെ മിസ്സിങ് എനർജി, ഒരു ഡെസ്പറേഷൻ അങ്ങനെയൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഹെറഫൻറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് ഒരു സ്പിരിച്വൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം. എന്താ പറയുക, അല്ലെങ്കിൽ ഓക്കൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാവാനും സാധ്യതയുണ്ട് കേട്ടോ.
ആസ്ട്രോളജി, ന്യൂമറോളജി, ടാരോ റീഡിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കാം. ആൾക്കാർക്ക് അഡ്വൈസ് കൊടുക്കുന്ന ഒരാളാണ്. ഇത്തിരി ഉയർന്ന ജോബിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കണം. കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അതുപോലെ സ്റ്റാറ്റസ് ഡിഫറൻസ് ഒക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, മെയിനായിട്ട് ഇവർ മാരീഡ് ആയിരിക്കാൻ സാധ്യത, ഇവരോ നിങ്ങളോ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതെല്ലാം ഈ ഇൻസെക്യൂരിറ്റിക്ക് കാരണമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് വെച്ച് പറയുന്നത് ഈ സിറ്റുവേഷൻസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ക്ഷമയോടെ മാത്രമേ, എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല, വെയിറ്റ് ചെയ്ത് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയാണ് അവർക്കുള്ളത്. സ്റ്റാർ വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവരുടെ ലക്കി ചാമാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, നിങ്ങൾ അവർക്ക് ലക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് കപ്സ് വെച്ച് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ അവർ വളരെ തീവ്രമായി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. 9 ഓഫ് വോൺസ് വെച്ച് 9 ഓഫ് വോൺസും 3 ഓഫ് പെൻറ്റക്കിൾസ് രണ്ടും തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമുള്ള തടസ്സമാണ് അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഈ തേർഡ് പാർട്ടി കുറച്ച് കൺട്രോളിങ് ആയിട്ടുള്ള വ്യക്തിയുമായിരിക്കാം. ഓക്കെ, അതിനെപ്പറ്റി ഇവർ ബോധേഡാണ്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. വിചാരിച്ച രീതിയിൽ ഉള്ള ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് തരാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതിനെ പറ്റിയിട്ട് ഇവർ കുറച്ച് ബോധേഡാണ്. ഓക്കെ, റെസ്ട്രിക്റ്റ് ചെയ്യാണ് സ്വയം കമ്മ്യൂണിക്കേഷനിൽ നിന്നും. some more cards divine. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ ജോലിയിലും കൂടി ശ്രദ്ധിക്കണമെന്ന് അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ജോലിയിലേക്ക് ശ്രദ്ധിക്കണം, സ്വയം പര്യാപ്തത നേടണം, സ്വന്തമായിട്ട് സേവിങ്സ് നിങ്ങൾക്ക് വേണം. അതെല്ലാം അവർ നിങ്ങളെപ്പറ്റി ബോധേഡാണ്. ഓക്കെ, നിങ്ങൾ നന്നായി ലൈഫിൽ സെറ്റിലാവണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. 6 ഓഫ് കപ്സ്, ഈ 6 ഓഫ് കപ്സ് ഇതുവരെയുള്ള എല്ലാ ഇത് മൂന്നാമത്തെ റീഡിംഗ് ആണ്. 3ലും ഇത് വന്നു. വളരെ തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട്, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ് നൊസ്റ്റാൾജിയ പോലെ വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ്. കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 8 ഓഫ് കപ്സ്, അതൊരു ലോങ് ഡിസ്റ്റൻസ്. ഇപ്പോഴാണ് ലോങ് ഡിസ്റ്റൻസിൻ്റെ കണക്ഷൻ വന്നത്. ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങൾ എന്നും കാണുന്നുണ്ട്. മിക്കവാറും കുറേ പേരുടെയെങ്കിലും പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം. അതുകൊണ്ടാണ് അവിടെ 5 ഓഫ് കപ്സിൻ്റെയും മൂണിൻ്റെയും എനർജി വന്നത് കേട്ടോ. ആ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന അവിടെ തേർഡ് പാർട്ടിയും ഉണ്ടായിരിക്കാം. ഓക്കെ, അതിൻ്റെ ഒരു വിഷമവും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ആയിരുന്നു MNOP QRSകാരുടെ ഫീലിങ്സ്. അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. ലാസ്റ്റ് ഗ്രൂപ്പുകാർ, നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണ്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? viewers and the person, the current honest true feelings for my viewers. ആ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണ്. TUVWXYZ തുടങ്ങുന്നതാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് പറഞ്ഞത് എടുക്കട്ടെ. ലവേഴ്സ്, ഇന്ന് ഒരൊറ്റ ഗ്രൂപ്പിലും ഇത് വന്നില്ല. നിങ്ങൾക്കാണ് ഭാഗ്യമുണ്ടായത്. സെക്കൻഡ് ഗ്രൂപ്പിൽ വന്നിരുന്നു തോന്നുന്നു, പക്ഷേ ആദ്യത്തെ കാർഡ് ലവേഴ്സ് ഈ ഗ്രൂപ്പിലാണ് വന്നത്. ഗുഡ്. എംപ്രസ്, വെരി ഗുഡ്. ഏസ് ഓഫ് സോർട്സ്, 2 ഓഫ് wands, 9 ഓഫ് കപ്സ്, Queen of Cups, 4 of Swords, 10 of Pentacles, 7 of Cups. ഇന്ന് 7 of Cupsൻ്റെ ദിവസമാണ്. 5 of Swords, ഉറക്കമില്ലായ്മ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. 9 of Wands, 8 of Wands and the World. നിങ്ങളുടെ പേഴ്സൺ ഇന്ന് ഇതിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരുടെയാണ് കൂടുതലായിട്ടും കണക്റ്റ് ആയിരിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസിലുമാണ് പലരും കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ടും
ഒരുപാട് സ്നേഹത്തോടെയും എല്ലാം തന്നെയാണ് ഓർക്കുന്നതും ഫീൽ ചെയ്യുന്നതും. നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ എന്താ പറയുക ഹൈ ലെവലിൽ അവർ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെപ്പോലെ അവർ ആരെയും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അവർക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നും വേണം അവരുടെ കൂടെ എന്നവർ തീർച്ചയായും ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ആ റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അവരുടെ സ്നേഹം എന്താണെന്ന് അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ 2 ഓഫ് വോൺസ് വെച്ചൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും പലർക്കും ഉള്ളതായിട്ട് കാണുന്നു. ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആയിരിക്കാനും സാധ്യതയുണ്ട്. ഫാമിലി എന്ന് പറയുന്നവിടെ ഇവർ മാരീഡ് ആണെങ്കിൽ അവരുടെ സ്പൗസ്, കുട്ടികൾ, അല്ലെങ്കിൽ അവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി കേട്ടോ, അച്ഛനമ്മ, മറ്റുള്ളവർ. ഓക്കെ, വളരെയധികം സ്ട്രെസ്സ് അവിടെ അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസ്, തടസ്സം അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട്. ഒന്നുകിൽ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സ്പൗസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതൊരു പ്രശ്നമാണല്ലോ. അതിനെക്കുറിച്ച് ഇവർ സ്ട്രെസ്ഡായിട്ട് ചിന്തിക്കുന്നതായിട്ട്, ഉറക്കമില്ലായ്മ ഫേസ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ പ്രതി ഒരു ഹൈലി ഇമോഷണലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. തമാശയ്ക്കുള്ള ഒരു കുട്ടിക്കളിയൊന്നുമല്ല, സീരിയസ് ആയിട്ട് തന്നെയാണ് അവർ ഈ റിലേഷനെ എടുത്തിരിക്കുന്നത്. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നു. ഓക്കെ, ഒരു ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ. തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, സ്ട്രെസ് എടുക്കുകയാണ്. ഓക്കെ, ഉറക്കമില്ലായ്മ, വീണ്ടും ഓവർ തിങ്കിങ്, ആങ്സൈറ്റി എല്ലാം ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. തടസ്സമാണ് അവർക്ക്, കമ്മ്യൂണിക്കേഷനിൽ പോലും തടസ്സം വരുന്നതായിട്ട് കാണുന്നു. കാരണം തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ കാണുന്നു. ഓക്കെ, ഇവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇവരറിയാതെ ഒക്കെ വേണം, ഇവരെ ഒളിച്ചൊക്കെ വേണമായിരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടായിരിക്കും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടാവുക. ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. Give me some more cards, Divine. Please give me some more cards. ലോങ് ഡിസ്റ്റൻസ് വളരെ പ്രബലമായിട്ട് കാണുന്നു കേട്ടോ. പേജ് ഓഫ് വോൺസ്, കമ്മ്യൂണിക്കേഷൻ ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാൻ, അതായത് നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ എല്ലാം നിങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ഇവർ ഗ്യാദർ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സോഷ്യൽ മീഡിയ ഇവർ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെന്നൊക്കെ തന്നെ അവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസ്, അവിടെ വീണ്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൺഫർമേഷൻ ആയിട്ടാണ് അതവിടെ വന്നിരിക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസ് അവരെ ബോദർ ചെയ്യുന്നുണ്ട് എന്നും അവിടെ കാണുന്നു. 4 ഓഫ് കപ്സ് വെച്ച് വല്ലാത്തൊരു മിസ്സിങ് എനർജിയിലാണ് അവർ. കാരണം ലോങ് ഡിസ്റ്റൻസും ആണ്, ഈ പറഞ്ഞ തടസ്സവും ഉണ്ട്. ഈ ഗ്രൂപ്പുകാർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 2-3 കാർഡ്സ് കൂടെ എടുക്കാം കേട്ടോ. 7 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ പേഴ്സൺ ജോലി സംബന്ധമായിട്ടൊക്കെ ആയിരിക്കും ഈ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത് കേട്ടോ. അവർക്ക് ജോലിയിലും കൂടി ശ്രദ്ധിച്ചേ മതിയാകൂ. കാരണം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒരു ഫാമിലി ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ. ആ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവരതിനെ പറ്റിയിട്ട് ബോധവാനാണ്. അതായത് ആ റെസ്പോൺസിബിലിറ്റി കളഞ്ഞിട്ട് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. രണ്ടും ബാലൻസ് ചെയ്ത് മാത്രമേ ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ആണ് കൂടുതലായിട്ടും അവിടെ കാണുന്നത്. ഈ സമയവും മാറി വരും, ഒരു ഗുഡ് ലക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് കാർഡ് മജീഷ്യൻ, തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുകയാണ് എന്ന് തന്നെ കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ച് സ്പിരിച്വൽ സൈഡിലേക്ക് ഇൻവോൾവ്മെൻറ്റ് വരുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ഫീലിങ്സിൻ്റെ റീഡിങ്. ഓക്കെ, നാളെ നമുക്ക് കറണ്ട് എനർജീസ് നോക്കാം. ഓക്കെ, നിങ്ങളോടും നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുമുള്ള കറണ്ട് എനർജീസ് നാളെ നോക്കിത്തരാം കേട്ടോ. അത് വേണം നമുക്ക് ആൽഫബറ്റ്സ് വെച്ച് നോക്കട്ടെ, സമയം കിട്ടും പോലെ, അല്ലെങ്കിൽ ജനറലായിട്ട് ചെയ്ത് തീർക്കും. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പിംഗ് കൂടെ ഒന്ന് ചെയ്ത് തരണേ. അപ്പോൾ മേ ഗോഡ് ബ്ലെസ് യു. Bye.